ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. ആദ്യ ദിവസത്തെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റിന് 326 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 3-ന് 33 റൺസ് എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ സെഞ്ചുറികളുമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയുമാണ് കരകയറ്റിയത്. രോഹിത് 131 റൺസ് എടുത്ത് പുറത്തായി. 110 റൺസുമായി ജഡേജ ക്രീസിലുണ്ട്. അരങ്ങേറ്റത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുമായി സർഫ്രാസ് ഖാനും തിളങ്ങി. വിവരങ്ങളുമായി അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇന്ത്യയുടെ പ്രകടനം? എങ്ങനെ വിലയിരുത്താം? പ്രവിധ, ബാറ്റർമാരുടെ പറുദീസ എന്നാണ് രാജ്കോട്ട് പിച്ച് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയുടെ തുടക്കം പാളിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി വീരന്മാരായ ശുഭ്മാൻ ഗില്ലിനും യശസ്വി ജയ്സ്വാളിനും പക്ഷേ തിളങ്ങാനായില്ല. ഇരുവരും സ്കോർ 33-ലേക്ക് എത്തിയപ്പോഴും 3 വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ തകരുകയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു ക്യാപ്റ്റൻസ് ഇന്നിങ്സ് കളിച്ചുകൊണ്ട് ഇന്ത്യയെ ശക്തമായി തിരിച്ചു കൊണ്ടുവന്നു. രോഹിത് ആകെ 131 റൺസാണ് നേടിയത്. രോഹിത്തിൻ്റെ ടെസ്റ്റ് കരിയറിലെ 11ാം സെഞ്ചുറിയാണ്. ഒപ്പം തന്നെ ബാറ്റിംഗ് ഓർഡറിൽ കയറി വന്ന രവീന്ദ്ര ജഡേജയും ക്യാപ്റ്റന് വലിയ പിന്തുണ നൽകി. 110 റൺസുമായി ഇപ്പോൾ രവീന്ദ്ര ജഡേജ ക്രീസിലുണ്ട്. ഒപ്പം തന്നെ വളരെ അപ്രതീക്ഷിതവുമായിട്ടുള്ള ഒരു ഇന്നിങ്സ് വന്നത് സർഫ്രാസ് ഖാന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഏറെക്കാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള തൻ്റെ ആ വരവ്, ഇന്ത്യൻ ടീമിലേക്ക് അവസരം കിട്ടിയ ആ വരവ് കൃത്യമായി വിനിയോഗിച്ചു. അരങ്ങേറ്റത്തിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുമായിട്ടാണ് സർഫ്രാസ് വരവറിയിച്ചത്. 62 റൺസാണ് സർഫ്രാസ് നേടിയത്. എന്നാൽ നിർഭാഗ്യകരമായി അദ്ദേഹം റണ്ണൌട്ട് ആകുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു സെഞ്ചുറി അർഹിച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ആദ്യ ദിനത്തെ കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 എന്ന നിലയിലാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ബാറ്റേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു കൂറ്റൻ സ്കോർ തന്നെ വേണം. ഇംഗ്ലണ്ടിനും പ്രത്യേകിച്ച് ബാസ്ബോൾ ശൈലിയിൽ വലിയ രീതിയിൽ അടിച്ചു കളിക്കുന്ന അവരുടെ ബാറ്റർമാർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ വലിയ സ്കോർ കണ്ടെത്താൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇന്ത്യക്കും ഒരു കൂറ്റൻ സ്കോർ തന്നെ ഈ സ്കോർ ബോർഡിൽ ചേർക്കേണ്ടതുണ്ട്. നാളെ ഇന്ത്യയുടെ വരുന്ന ബാറ്റിങ്ങിലുള്ള മധ്യനിരയിലെ മറ്റു ബാറ്റർമാരും ഒപ്പം തന്നെ വാലറ്റവും ഒക്കെ തന്നെ ചേർന്ന് ഇന്ത്യക്ക് ഒരു 500-ന് മുകളിൽ ഒരു സ്കോർ തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലാണ്.